ഒരാള് ഒരു വീട്ടുപണിക്ക് പോണെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവര് രാവിലെ ഇറങ്ങിയിട്ടുണ്ടാകുക ആ വീട്ടിൽ നിന്ന്. ആ ഒരു മോള് പ്രസവിച്ചിറങ്ങണ്ട ആ കുട്ടീനെ നോക്കാനുള്ള നിവൃത്തികേട് അവർക്കില്ല. അവരിറങ്ങി പോയി പണിക്ക്. ആ കുട്ടീനെ നോക്കണമെങ്കിൽ അവർ പണിക്ക് പോയെങ്കിലേ ഉള്ളൂ അല്ലേ? അപ്പൊ അതാണ് ഞങ്ങൾ ആവശ്യം. 50 ലക്ഷം രൂപയും അവരെ മോൾക്ക് ഒരു ഗവൺമെന്റ് ജോലി. നേഴ്സിംഗിനാണ് ആ കുട്ടി പഠിച്ചതല്ല, നേഴ്സാണ് ആ കുട്ടി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു എന്റെ ഒരു ചെറിയ സംശയം, ഈ പോക്കിമോനും സംഘങ്ങൾക്കും ഇവരോടെന്താ വല്ല അയിത്തമുണ്ടോ? മെഡിക്കൽ കോളേജിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീനയ്ക്ക് നീണ്ട സമരങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കോൺഗ്രസിന്റെ കൊടി പിടിച്ച വകയിൽ UDF സർക്കാർ കഴിഞ്ഞ ദിവസം ജോലി കൊടുത്തു. അതൊക്കെ നമ്മൾ കണ്ടു. ഹർഷീനയ്ക്ക് നൽകിയ ജോലിയേക്കാൾ എത്രയോ മടങ്ങ് അർഹതയുണ്ടായിട്ടും ഇവിടെ ക്രൂരമായി അവഗണിക്കപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. വയനാട് മേപ്പാടി പുത്തുമലയിൽ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് പുത്തുമല സ്വദേശിനിയായ ജെസി എന്ന സാധാരണക്കാരിയായ സ്ത്രീയാണ്. കത്രിക വയറ്റിൽ കുടുങ്ങിയ കേസിൽ ഹർഷീനയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അവർ സുഖം പ്രാപിക്കുകയും ചെയ്തു. എന്നിട്ടും ഹർഷീനയ്ക്ക് ജോലി നൽകിയ UDF ഒരു തെറ്റും ചെയ്യാതെ വന്യമൃഗ ആക്രമണത്തിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ട ജെസിയുടെ അനാഥമായ കുടുംബത്തിന് എന്തുകൊണ്ടാണ് സർക്കാർ ജോലി നൽകാത്തത്? ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഭാര്യ മരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് ഷാജിക്ക് ഇനി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തതോടെ ആ പാവപ്പെട്ട കുടുംബത്തിന്റെ ജീവിതമാർഗമാണ് പൂർണ്ണമായും അടഞ്ഞുപോയത്. ഹർഷീനയേക്കാൾ 10 മടങ്ങ് അർഹതയുള്ളവരല്ലേ ഇവരൊക്കെ? പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് നേരെ കണ്ണടയ്ക്കുന്നത് സർക്കാർ? കൊടി പിടിക്കാത്തതിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല അല്ലേ?